ശ്രീ KVS ഹരിദാസ്, സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷ വച്ചു പുലർത്തും. തുടർന്ന് അങ്ങോട്ട് വരുന്ന ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല വിലയിരുത്തലുകളും വരുന്നത്. ഇവിടെ BJPക്ക് 3 മുതൽ 5 വരെയും 3 മുതൽ 11 വരെയും ഒക്കെ സീറ്റുകൾ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതാണ്. എന്തായാലും ഒരു നിർണായക ശക്തി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര സീറ്റുകൾ ലഭിച്ചാലും എത്രത്തോളം സ്വാധീനം വരുന്ന കേരള രാഷ്ട്രീയത്തിൽ ചെലുത്താൻ കഴിയും എന്ന് തന്നെയാണ് അങ്ങ് വിശ്വസിക്കുന്നത്? കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ UDFന് അനുകൂലമായ ഒരു തരംഗം വർഗീയ കൂട്ടുകെട്ടാണ്, ന്യൂനപക്ഷ വർഗീയ കൂട്ടുകെട്ടാണ് എന്നുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവർ അധികാരത്തിൽ വന്നാലും വന്നില്ലെങ്കിലും അത് എഴുതച്ചേർക്കപ്പെട്ട് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ. അതുകൊണ്ട് BJPയുടെ വിജയം അത് സുനിശ്ചിതമാകുന്ന മണ്ഡലങ്ങളിലടക്കം, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമസഭയിലേക്ക് BJPയുടെ ഒരു കടന്നുവരവ് എത്രത്തോളം നിർണായകമായ ഒരു ബദൽ മാർഗമായി കേരള രാഷ്ട്രീയത്തിൽ കുറിക്കും? അല്ല, നിയമസഭയിലെ സീറ്റ് കൊണ്ട് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ BJPക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എത്രമാത്രം സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു, എത്ര ശതമാനം വോട്ട് അതിന് നേടാൻ കഴിഞ്ഞു, ഏതെല്ലാം വിഭാഗക്കാർക്കിടയിൽ നല്ല സ്വാധീനമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു, ഇത്തരം വിഷയങ്ങളും അടുത്ത ഭാവിയിലേക്ക് ഇതൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ്, അല്ലെങ്കിൽ ചവിട്ടുപടികളാണ്. ഞങ്ങളതാണ് ഒരു പ്രധാന, ഞങ്ങൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഞങ്ങളെ കെട്ടിക്കാൻ ആഗ്രഹിച്ചവർക്ക് നിരാശയുണ്ടാകും എന്നതും വസ്തുതയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത്, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള കുറേ സെഫോളജിസ്റ്റുകൾ ഒരു പഠനം നടത്തിയിരുന്നു. എന്താണ് കേരളത്തിലെ സാമുദായികമായ, രാഷ്ട്രീയമായ, സാമുദായിക സംഘടനകൾ സമുദായ അടിസ്ഥാനത്തിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അതിൽ അവർ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈഴവ വിഭാഗത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. പഴയ കാലത്ത് ജനസംഘത്തിനായിക്കോട്ടെ, BJPയുടെ തുടക്കകാലത്തിലായിക്കോട്ടെ, ഈഴവ മേഖലയിൽ നിന്ന് BJPക്ക് ഗണ്യമായ വോട്ടുകൾ കിട്ടിയിരുന്നില്ല. പക്ഷെ അത് ഓരോ തെരഞ്ഞെടുപ്പിലും 2016 ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും അത് കൂടിക്കൂടി വന്നു എന്ന് മാത്രമല്ല, 2021 2024 എത്തുമ്പോൾ ഒരു ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് നേടുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട്, ഒരുപക്ഷെ CPMത്തിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ CPM കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്ന പാർട്ടിയായിട്ട് BJP മാറിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനുണ്ടായ നേട്ടം, ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടായ വലിയ കുതിച്ചുചാട്ടം ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ ഘടകമുണ്ട്. അത് ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിലും BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ചാണക്യ നൽകുന്ന സൂചന. ഏതാണ്ട് 32% കേരളത്തിലെ ഈഴവ വോട്ടർമാരിൽ 3/1 പേര് BJPക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അത് കേരളത്തിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള വലിയ വളർച്ചയുടെ സൂചനയാണ്, ഒന്നാമത്തേത്. രണ്ടാമത്തെ, SC വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാവും, 2021 തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി കത്തിറക്കിയിരുന്നു. കേരളത്തിലെ പല ഭാഗങ്ങളിലും പട്ടികജാതി കോളനികൾ കേന്ദ്രീകരിച്ചിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ BJP വലിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, അത് തടയണം, അവരവിടെ കടക്കുന്നത് അനുവദിച്ചുകൂടാ എന്നത് CPMൻ്റെ പാർട്ടി തീരുമാനിച്ച് നൽകിയ നിർദ്ദേശമാണ്. അതിൻ്റെ പേരിൽ തിരുവനന്തപുരം ജില്ലയിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ പോലുള്ള ഭാഗങ്ങളിലൊക്കെ ചില ഭാഗത്തൊക്കെ സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ചാണക്യ പറയുന്നത് 18% വോട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ വിലയിരുത്തിയത് 11% എന്നാണ്. ഇത്തവണ 18% പട്ടികജാതി വോട്ടുകൾ BJPക്ക് വന്നിട്ട്, ഞാൻ വിചാരിക്കുന്നത് അതിനപ്പുറം പോയിട്ടുണ്ടാകുമെന്നില്ല. ഒരു 20-22% കിട്ടാനുള്ള സാധ്യത ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. വേറൊന്ന് നായർ വോട്ടുകളാണ്. ഞാൻ ഹിന്ദു സമൂഹത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നായർ വോട്ടുകളാണ്. നായർ വോട്ടുകളിൽ കഴിഞ്ഞ പരമ്പരാഗതമായിട്ട് നായർ സമുദായത്തിനിടയിൽ BJPക്ക് നല്ല സ്വാധീനമുണ്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഒരു 80കളുടെ മധ്യം മുതൽ ആ സ്വാധീനമുണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഞാൻ 21 സഫോളജിസ്റ്റുമാരുടെ പഠനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അന്ന് അവർ പറഞ്ഞത്
കേരളത്തിലെ ഒരു 35-36% ചുരുങ്ങിയത് ഏത് ഘട്ടത്തിലും നായന്മാരുടെ വോട്ട് BJPക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഇത്തവണ ചാണക്യ പറയുന്നത് അത് 39% എന്നാണ്. അപ്പോൾ ഈ നിലയിൽ വോട്ട് നേടുന്ന പ്രധാനപ്പെട്ട ഒരു 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 രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ BJP മാറിയിരിക്കുന്നു. അതിൻ്റെ അടിത്തറ സുശക്തമാണ്. മറ്റൊരു വലിയ എടുത്തുചാട്ടത്തിന് കഴിയുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഈ സാഹചര്യമാണ് 10 വർഷം മുമ്പ് ബംഗാളിലും ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 11 സീറ്റിൽ നിന്ന് 77ലേക്കൊക്കെ BJPക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. അതിന് തക്ക സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഈ 26ലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം. അത് കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയത്തെ മാത്രം ഒരു എന്താ പറയുക, മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഘടകമായിട്ട് NDA മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.